അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ. പരിശുദ്ധമായ റമളാനിന്റെ ആദ്യത്തെ 10 ദിനങ്ങൾ റഹ്മത്തിന്റെ 10 എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ മഹത്തായ രാത്രിയുടെ തുടക്ക ദിവസം ഇൻഷാ അല്ലാഹ് അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ്, റഹ്മത്ത് ചോദിക്കാം ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ രാത്രി ഇനി മുതലുള്ള രാത്രികളിൽ നമുക്ക് കുറഞ്ഞ സമയം റബ്ബിനോട് നമ്മളുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി മാറ്റിവെക്കണം. തറാവീഹ് നിസ്കാര ശേഷം, അതുപോലെ തന്നെ അല്ലെങ്കിൽ മഗ്രിബ് നിസ്കാര ശേഷം നമുക്ക് പറ്റുന്ന ഒരു സമയത്ത് നമുക്ക് ഒരുമിച്ചിരുന്ന് ദിക്ർ ചൊല്ലാം ഇൻഷാ അല്ലാഹ്. ഒരുമിച്ചിരുന്ന് ദുആ ഇറക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ പ്രവർത്തനങ്ങളെയും അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഈ വിശുദ്ധമായ റമളാനിൽ, ഈ പുണ്യമാക്കപ്പെട്ട സമയത്ത് ഒരുപാട് മുഅ്മിനീങ്ങൾ പല ഇബാദത്തുകളിലും കഴിഞ്ഞുകൂടുന്ന, ഖുർആൻ പാരായണങ്ങളിലും ദിക്റുകളിലും നിസ്കാരങ്ങളിലുമായി കഴിഞ്ഞുകൂടുന്ന ഈ മഹത്തായ സമയത്ത് സാധുക്കളായ ഞങ്ങളും റബ്ബേ നിന്റെ മുമ്പിൽ ഇതാ കൈ ഉയർത്തുകയാണ്. അല്ലാഹ് നീ തട്ടിക്കളയല്ല റഹ്മാനെ. വളരെ പവിത്രതയുള്ള രാത്രിയാണല്ലോ റഹ്മാനെ. നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ നീ എത്തിച്ചത് റബ്ബേ ഞങ്ങൾ വലിയ മർത്തബ എത്തിയവരായതുകൊണ്ടല്ല റഹ്മാനെ, ഞങ്ങൾ വലിയ സ്ഥാനം എത്തിയവരായതുകൊണ്ടല്ല അല്ലാ, അല്ലെങ്കിൽ ഞങ്ങൾ വലിയ എന്തെങ്കിലും ഒരു ഉന്നതിയിലെത്തിയത് കൊണ്ടല്ല റഹ്മാനെ, മറിച്ച് നിന്റെ ഔദാര്യമായിട്ടാണ് നീ വിശുദ്ധ റമളാനിലേക്ക് ഞങ്ങളെ എത്തിച്ചത്. റബ്ബേ നീയൊന്ന് നിലനിർത്തി തരണേ അല്ലാ, നീയൊന്ന് കബൂലാക്കി തരണേ അല്ലാ, നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ, വിഷമങ്ങളൊക്കെ തീർത്തു തരണേ അല്ലാ. ഈ സാധുക്കളായ റബ്ബേ, എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് റഹ്മാനെ, ഒരുപാട് ഉപ്പമാരുണ്ട് അല്ലാ, സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട് റഹ്മാനെ. എല്ലാവർക്കും നീ ഖൈറ് ചൊരിയണേ അല്ലാ. ഈ വിശുദ്ധ റമളാനിന്റെ മുഴുവൻ പോരിശകളെയും നീ അവർക്ക് നൽകണേ അല്ലാ. ഞങ്ങൾക്കും നമുക്കും എല്ലാവർക്കും നീ നൽകണം റഹ്മാനെ ഇൻഷാ അല്ലാഹ്. ഹബീബായ എൻ്റെ പ്രിയപ്പെട്ട മുഹബ്ബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ആഗ്രഹിച്ച, ഒരുപാട് നമ്മുടെ മുൻഗാമികളായി നമ്മുടെ കഴിഞ്ഞുപോയ, മരണപ്പെട്ടുപോയ പലരും ആഗ്രഹിച്ചിരുന്ന ഒരു അസുലഭ നിമിഷമാണ് വിശുദ്ധ റമളാൻ എത്തുക എന്നുള്ളത് അല്ലേ. കഴിഞ്ഞ റമളാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും ഈ കഴിഞ്ഞ ദിവസം ശഅബാനിന്റെ അവസാനത്തെ ദിവസം വരെ മൺമറഞ്ഞു പോയ ആളുകളുണ്ട്, മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. ഒരു ദിവസം കൂടി അങ്ങോട്ട് എത്തിയാൽ വിശുദ്ധ റമളാനിൽ എത്താം, പക്ഷെ അള്ളാഹു ചാൻസ് കൊടുക്കാത്ത എത്രയോ ആളുകൾ ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയവരുണ്ട്. അങ്ങനെ എത്രയോ ആളുകൾ കഴിഞ്ഞ റമളാന് ശേഷം ഈ റമളാൻ ഇടയിലായിട്ട് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ ആളുകളുണ്ട്. അവർക്കൊക്കെ അള്ളാഹു കൊടുക്കാത്തൊരു തൗഫീഖ് നമുക്ക് അള്ളാഹു നൽകിയത് വിശുദ്ധ റമളാനിലേക്ക് എത്താൻ അവസരം നൽകിയല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു ഈ അനുഗ്രഹത്തെ നിലനിർത്തി തരട്ടെ. ഒരുപാട് കാലം, ഒരുപാട് നാള് വിശുദ്ധ റമളാനെ സ്വീകരിക്കാനും വരവേൽക്കാനും, ആ വിശുദ്ധ റമളാനിൽ ഒരുപാട് നന്മകൾ ചെയ്യാനും ഒക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വെറുതെ റമളാൻ എത്തിയിട്ട് കാര്യമില്ലല്ലോ. റമളാൻ വെറുതെ നമ്മുടെ അടുക്കലേക്ക് വന്നിട്ട് നമ്മെ പൊരുത്തപ്പെടാത്ത രൂപത്തിൽ പോവുകയാണെങ്കിൽ അള്ളാഹിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ദുആയിരുന്നു കൊടുത്തതാണ്. നബി തങ്ങൾ ആമീൻ പറയുകയും ചെയ്തു. വിശുദ്ധ റമളാൻ കടന്നു വന്നിട്ട് ഒരാളുടെ പാപങ്ങൾ പൊറുക്കാത്ത രൂപത്തിൽ, വിശുദ്ധ റമളാൻ പൊരുത്തപ്പെടാത്ത രൂപത്തിൽ അങ്ങോട്ട് തിരിച്ചുപോയി, മടങ്ങിപ്പോയി. വിശുദ്ധ റമളാൻ കഴിഞ്ഞു കടന്നു, എന്നാൽ അയാളുടെ മേൽ അള്ളാഹുവിന്റെ കോപമുണ്ടാകട്ടെ, ലഅനത്തുണ്ടാകട്ടെ എന്ന് മഹാനായ മുഖറബുൽ അംലാക്കായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ദുആയിരുന്നതാ. അതിന് ആമീൻ പറഞ്ഞതാരാ? മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് തന്നെ ആ ദുആ തട്ടാത്ത ദുആയാണ്. ആ ദുആ സ്വീകരിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. അത്തരത്തിൽ മഹത്തായൊരു മാസം നമ്മളിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മൾ സ്വീകരിക്കുകയും അതിൽ വലിയ ആഹ്ലാദം പ്രകടിപ്പിക്കുകയും അതിൽ ഒരുപാട് ഇബാദത്തുകളൊക്കെ ചെയ്യണ്ടേ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ രാത്രി മുതൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും കുറച്ച് സമയം ഒന്ന് മാറ്റിവെച്ചിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കുറഞ്ഞ സമയം നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ വേണ്ടി നമുക്ക് മാറ്റിവെക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. നമ്മൾ ആദ്യമായി നമുക്കറിയാം, ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10 അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അള്ളാഹുവിനോട് ഒരുപാട് ചോദിക്കൽ, റബ്ബിനോട് ഒരുപാട് ചോദിക്കൽ അള്ളാഹുവിന് വലിയ ഇഷ്ടം. നമുക്ക് ഒരുപാട് ചോദിക്കുന്നത് കേട്ടാ വലിയ മടുപ്പ അല്ലേ. നമ്മളോട് ഒരാൾ ഇപ്പൊ 10 രൂപ ചോദിച്ചു, ആയിക്കോട്ടെ നമ്മൾ കൊടുത്തു, ഉണ്ടെങ്കിൽ കൊടുക്കാം, ഓക്കെ. രണ്ടാമത്തെ ദിവസം വന്ന് വീണ്ടും 10 രൂപ ചോദിച്ചു, അപ്പോഴും ഉണ്ടെങ്കിൽ കൊടുക്കും. മൂന്നാമത്തെ ദിവസം ചോദിക്കാൻ വരുമ്പോഴേക്കും നമ്മൾ ചിന്തിക്കുക എന്താ ചങ്ങായി വരണുണ്ട് എന്ന് അല്ലേ. പൊതുവെ നമ്മുടെ കൽവിലൊക്കെ, എന്റെയൊക്കെ ഈമാൻ കുറവായതുകൊണ്ട് നമ്മളൊക്കെ ചിന്തിക്കുക അങ്ങനെ. പക്ഷേ
എത്ര ചോദിച്ചാലും ഇപ്പോ നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുയെ പാപം പുറത്തു തരണേ അല്ലാ, അള്ളാഹ് പുറത്തു തന്നു. അള്ളാഹുയെ റഹ്മത്ത് ചെയ്യണേ അല്ലാ, അള്ളാഹു റഹ്മത്ത് ചെയ്തു. അള്ളാഹുയെ കടങ്ങൾ വീട്ടി തരണേ അല്ലാ, അള്ളാഹ് കടം വീട്ടി തന്നു. അള്ളാഹുയെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ, അള്ളാഹ് രോഗം ശിഫയാക്കി തന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് റബ്ബിനോട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇങ്ങനെ ചോദിച്ചു നമ്മൾ ഇനി എത്ര ചോദിച്ചു മരിക്കുവോളം ചോദിച്ചാലും അള്ളാഹുവിനൊരു മടിപ്പോ അള്ളാഹുവിനൊരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസോ ആ ചങ്ങാതി വീണ്ടും കൈ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട് ഒരു തോന്നലുമില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ചോദ്യം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക, എല്ലാ ദിവസവും അള്ളാഹു മനുഷ്യരിലേക്ക് കൂടുതൽ അടുത്തു വരും. എല്ലാ ദിവസവും കൂടുതൽ അടുത്തു വരും. ഒരു രാത്രിയുടെ പകുതി കഴിഞ്ഞാൽ രാത്രിയുടെ അവസാന ഘട്ടമാകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനുഷ്യരിലേക്ക് കൂടുതൽ അടുക്കും, അള്ളാഹിന്റെ റഹ്മത്ത് അടുക്കും. എന്നിട്ടോ റബ്ബ് ഇങ്ങനെ ചോദിക്കും, ആരാണ് എന്നോട് അലാമി മുസ്തഗ്ഫിരിൻ, എന്നോട് പാപം പൊറുക്കലിനെ തേടുന്ന ആരാ ഉള്ളത്? ആരാ എന്നോട് പാപം പൊറുക്കൽ തേടാനുള്ളത്? ആരുമില്ലേ? നീ ചോദിക്ക, ആരാ എന്റെ അടുക്കൽ പാപം പൊറുക്കലിനെ തേടാനുള്ളത്? ഞാൻ അവർക്ക് പുറത്തു തന്നിരിക്കുന്നു. ആരാണ് എന്നോട് റിസ്ക് ചോദിക്കാനുള്ളത്? അതാ ഇവർക്ക് നൽകിയിരിക്കുന്നു. ആരാണ് എന്നോട് റഹ്മത്ത് ചോദിക്കാനുള്ളത്? അവർക്ക് റഹ്മത്ത് നൽകിയിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ എന്തൊക്കെയാണോ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് മുഴുവൻ റബ്ബിനോട് ചോദിക്കാം. ഇന്നത് ചോദിക്കാൻ ആരാ ഉള്ളത്, ഇന്നത് ചോദിക്കാൻ ആരാ ഉള്ളത്, ഇങ്ങനെ ചോദിച്ചിട്ട് അത് നൽകിയിരിക്കുന്നു. അള്ളാഹു ഇങ്ങനെ എല്ലാവർക്കും വീതിച്ചു കൊടുക്കുന്നതാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര പവർഫുൾ ആണ്. ഇനി റമദാൻ എത്തിക്കഴിഞ്ഞാലോ? റമദാൻ എത്തിയാൽ അള്ളാഹുവിന്റെ കവാടങ്ങളൊന്നും അടയ്ക്കുകയില്ല അള്ളാഹു. റമദാൻ എത്തിക്കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ വാതിൽ അങ്ങോട്ട് തുറന്നിടും. പിന്നെ ആ സ്വർഗത്തിന്റെ വാതിൽ അടയ്ക്കണമെങ്കിൽ പെരുന്നാൾ കഴിയണം. പിന്നെ ആ വാതിൽ അടയ്ക്കൂല, അതങ്ങോട്ട് തുറന്നിടും. കാരണം ആർക്കും ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള പവർഫുള്ളായ മാസമാണ് ഈ തന്നേക്കണത്. നരകത്തിന്റെ വാതിൽ അടയ്ക്കും. ഇനി ആരും നരകത്തിൽ പോകല്ലേ എന്ന് അള്ളാഹുവിനൊരു വാശിയുള്ളത് കൊണ്ടാണ് അള്ളാഹു അത് അടയ്ക്കുന്നത്. അങ്ങനെ തുടങ്ങിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഹൈറാത്തുകളുടെ വാതിലുകൾ തുറന്നു കിട്ടുന്ന പരിശുദ്ധ മാസം. അപ്പൊ നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ മാസത്തിലെ റഹ്മത്ത് ചോദിക്കണം, അള്ളാഹുവിനോട് മഗ്ഫിറത്ത് ചോദിക്കണം, അള്ളാഹുവിനോട് ഇത്ഖും മിനന്നാർ ചോദിക്കണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ എന്ന് മുതൽ നമ്മൾ ചൊല്ലുകയാണല്ലോ, അല്ലേ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ചൊല്ല്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله
الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, ഏറ്റെടുക്കണേ അല്ലാ. സാധുക്കളായ ഞങ്ങളിൽ നിന്നും നീ ഇത് തട്ടല്ല റഹ്മാനെ, നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. ഇനി കുറച്ച് റഹ്മത്ത് ചോദിച്ചാലും അള്ളാഹുവിനോട് റഹ്മത്ത്, അള്ളാഹുവിനോട് എത്ര ചോദിച്ചാലും തീരാത്ത വിശാലമായ റഹ്മത്തുണ്ട്. റഹ്മത്തിനെ പറ്റി പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ അറിയോ? അള്ളാഹുവിന്റെ റഹ്മത്തിനെ 100 ഭാഗിച്ചു. അള്ളാഹുവിന്റെ റഹ്മത്തിനെ, കരുണയെ 100 ഭാഗിച്ചു. എന്നിട്ട് അതിലൊരു ഭാഗം, ഒരൊറ്റ ഭാഗം അള്ളാഹു എന്ത് ചെയ്തു? എടുത്തിട്ട് അതിനെ 2 ഓഹരിയാക്കിയിട്ട് ഒരു ഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തു. ബാക്കിയുള്ളൊരു പകുതി ഉണ്ടല്ലോ, അതായത് ഈ 100ന്റെ 1 അതിന്റെ പകുതി, അത് ലോകത്തുള്ള ബാക്കിയുള്ള മുഴുവത്തിനും അള്ളാഹു നൽകി. അതിലാണ് ജിന്നുകളുടെയും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും എല്ലാം കരുണ, പരസ്പരമുള്ള സ്നേഹവും കരുണയൊക്കെ ആ പകുതിയിലാണുള്ളത്. അപ്പോ ബാക്കി 99 അത് ബാക്കി അള്ളാഹുവിടെ വെച്ചേക്കാം. നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ മുഅ്മിനീങ്ങളായ ദാസന്മാർക്ക് അള്ളാഹു കൊടുക്കാൻ വേണ്ടി ബാക്കി വെച്ചേക്കാം. അപ്പൊ അള്ളാഹുവിന്റെ കരുണയ്ക്കൊരു കുറവില്ല, അള്ളാഹുവിന്റെ കാരുണ്യത്തിന് ഒരു കുറവില്ല. പക്ഷെ അത് നമ്മൾ ചോദിക്കണം, ആ റഹ്മത്ത് നമ്മൾ ചോദിക്കണം. അത് നമ്മൾ ചോദിക്കാൻ പോകും ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. ചോദിക്കുക, ഉറക്കെ ചോദിക്കുക ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. اللهم ارحمني يا أرحم الراحمين. 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 നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. യാ അക്രമൽ കുറമാ അലാ അഅ്താബികും ഉമറുൽ ഫഖീറുൽ മുർതജി ബിജനാബികും.
يرجو العطاء على البكاء ببابكم والدمع من عينيه سال سجيما صلوا عليه وسلموا تسليما غفراയ ഖാലിഖായ റാസിഖായ ലത്തീഫായ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്, നീ ഏറ്റെടുക്കണേ അല്ലാഹ്. സാധുക്കളാണ്, പാപികളാണ്, ആഖിർ സമാനിലെ ചണ്ടി ചവറുകളാണ് അല്ലാഹ്. നീ ഒന്ന് കബൂലാക്കണേ റഹ്മാനെ. പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്, ദോഷങ്ങൾ മാപ്പാക്കണേ അല്ലാഹ്, രോഗങ്ങൾക്ക് ശമനം നൽകണേ അല്ലാഹ്, കടബാധ്യതകൾ തീർത്തു തരണേ അല്ലാഹ്, സാമ്പത്തിക ഭദ്രത നൽകണേ അല്ലാഹ്, സാമ്പത്തിക ഇടപാടുകൾ ഹലാലും ത്വയ്യിബുമാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്ക് നൽകിയതിലെല്ലാം നീ ഖൈർ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യമാർ, ഭർത്താക്കന്മാർ, മക്കൾ, റബ്ബേ ഞങ്ങളുടെ മാതാപിതാക്കൾ, വീട്, വാഹനങ്ങൾ, തൊഴിലുകൾ, ബിസിനസ്സുകൾ, പഠനങ്ങൾ എല്ലാത്തിലും നീ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ഖൈറായ വീട് നൽകണേ അല്ലാഹ്, ഖൈറായ ജോലി നൽകണേ അല്ലാഹ്, ഖൈറായ സമ്പാദ്യം നൽകണേ അല്ലാഹ്, ഖൈറായ മക്കളെ നൽകണേ അല്ലാഹ്, ഖൈറായ ഇണകളെ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നൽകിയതിലെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. സകല ശർറു ബലാ മുസീബാത്തുകൾ, ഫിത്ന, ഫസാദുകൾ, ഇടങ്ങേറുകൾ തട്ടിമാറ്റണേ അല്ലാഹ്. ഈ വിശുദ്ധ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നതാക്കണേ റഹ്മാനെ. ഒരുപാട് ഇബാദത്തുകൾക്ക് അവസരം നൽകണേ അല്ലാഹ്. പെട്ടെന്ന് ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. റബ്ബേ, ഒരുപാട് റമളാനെ സ്വീകരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അവസാനം ഈ താഴ്ന്ന ദുനിയാവിൽ നിന്ന് ഞങ്ങളൊക്കെ യാത്ര പറയുന്ന സമയം ഈമാൻ സലാമത്തായി മുത്തുനബി തങ്ങളെ കണ്ട് പുഞ്ചിരിച്ച് കലിമ ചൊല്ലി മരിക്കാൻ നീ ആവതാക്കണേ അല്ലാഹ്. റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ തട്ടല്ല റഹ്മാനെ. ഞങ്ങളുടെ മജ്ലിസുകളെല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. ഇനിയും ഒരുപാട് മജ്ലിസുകളിൽ പങ്കെടുക്കാനും നേതൃത്വം നൽകാനും കേൾക്കാനും ചൊല്ലാനും ഒക്കെ ഞങ്ങൾക്ക് നീ അവസരം നൽകണേ അല്ലാഹ്. പ്രത്യേകിച്ച് എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹജനങ്ങൾ, ഉപ്പമാർ, ഉമ്മമാർ എല്ലാവർക്കും നീ ഖൈറു നൽകണേ അല്ലാഹ്. അള്ളാഹുവെ, നീ നാളെ പരിശുദ്ധ സ്വർഗത്തിൽ മുത്തുനബി തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാഹ്. നീ ഒന്ന് ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആരക്കണം. വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയം, ഒരുപാട് സമയം ഒന്നും ചെലവഴിക്കണം, കുറഞ്ഞ സമയം റബ്ബിന്റെ മുമ്പിൽ നമുക്കൊന്ന് കൈ ഉയർത്തിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ പറയാം. കുറച്ച് ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് ദുആരക്കാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.